ജനക്ഷേമ നഗരവികസന പ്രവർത്തനങ്ങളുമായി തിരുവനന്തപുരം നഗരസഭാ ഭരണസമിതി 4 വർഷം പൂർത്തിയാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. സോളാർ സിറ്റി, സീറോ കാർബൺ തിരുവനന്തപുരം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ധാരാളം പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതി നടത്തിവരുന്നത്. നഗരത്തിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും LED ലൈറ്റായി മാറുകയാണ്. രണ്ടായിരം സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. 115 ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് കൈമാറി. അതിൽ 2 എണ്ണം വിനോദസഞ്ചാരികൾക്ക് നഗരക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. നിർധനരായ 100 കുടുംബങ്ങൾക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്തു. ഇതിനോടൊപ്പം തന്നെ നഗരസഭാ സോണൽ ഓഫീസുകളുടെ ആവശ്യങ്ങൾക്കായി 35 ഇലക്ട്രിക് സ്കൂട്ടറുകളും നിരത്തിലിറക്കി. പാരമ്പര്യേതര ഊർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കുകയും സൗരോർജ്ജത്തിന്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുവനന്തപുരം നഗരസഭയുടെ ലക്ഷ്യം. ഓരോ കിലോവാട്ട് ശേഷിയിലും പ്രതിവർഷം 1350 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനം ഉറപ്പാക്കുന്നു. തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ തുടങ്ങി 515 സ്ഥാപനങ്ങളിൽ 5 വർഷത്തെ പരിപാലനവും ചേർത്ത് 125.54 കോടി രൂപ ചെലവിൽ സോളാർ റൂഫിംഗ് എന്ന പ്രകൃതി സൗഹൃദ പദ്ധതി നടപ്പിലാക്കി. ഇതിലൂടെ 17,000 കിലോവാട്ട് സോളാർ പാനലിൽ നിന്നും പ്രതിവർഷം 2.5 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. ഈ പദ്ധതിയിലൂടെ നഗരത്തിനാവശ്യമായ ഊർജം സ്വയം പര്യാപ്തമായി ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുകയും ചെയ്യുന്നു. സോളാർ റൂഫിംഗ് പദ്ധതി ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും വലിയ പങ്ക് വഹിക്കുന്നു. ഇത്തരം പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങളിലൂടെ സോളാർ സിറ്റി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും സീറോ കാർബൺ തിരുവനന്തപുരം നടപ്പിലാക്കുവാനും നമുക്കൊരുമിച്ച് കൈകോർത്ത് മുന്നേറാം.